ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു ഈറ്റ് ബുദ്ധ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വേറെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറി അല്ല, നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചോറിനൊപ്പം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് പറഞ്ഞാൽ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് വേണ്ടത്. ഈ വാളംപുളിയുടെ ഒപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ 3 ഗ്ലാസോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഈ വാളംപുളിയിലേക്ക് വെള്ളം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്രമാത്രം പുളി വേണോ അതിനനുസരിച്ച് വെള്ളം നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. ഈ വെള്ളത്തിൽ നമ്മൾ നല്ലവണ്ണം ഒരു ഇച്ചിരി നേരത്തെ തന്നെ ഇട്ടാൽ അത്രയും നല്ലത്. കുറച്ച് നേരത്തെ ആയിട്ട് ഈ പുളി നല്ലതുപോലെ ഇതിൽ നന്നായിട്ട് ഒന്ന് ഞെരടി അതിൻ്റെ പുളി മൊത്തം പുറത്തോട്ട് വരുന്ന രീതിയിലാക്കണം. ഇത് നേരത്തെ നമ്മളിട്ട് വെക്കുകയാണെങ്കിൽ അതിൽ മൊത്തത്തിലായിട്ട് ഈ പുളി ഇറങ്ങി കിടക്കുകയായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഉപ്പ് അധികം വേണം, കാരണം എന്ന് വെച്ചാൽ നമ്മൾ പുളിയാണ് ഉണ്ടാക്കുന്നത്. പുളി ചേർത്ത് വയ്ക്കുന്നതുകൊണ്ട് ഈ പുളിയുടെ ഒപ്പം തന്നെ ഉപ്പ് രസവും കൂടെ ഉണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരിത്തിരി നേരം ഒരു 5 മിനിറ്റ്സോളം ഇങ്ങനെ വെച്ചേക്കാം. ഇതിങ്ങനെ അപ്പോഴത്തേനും ഇത് സെറ്റാകും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞാൽ ചെറുള്ളി ഒരു 6-7 ചെറുള്ളി എടുക്കുക. തോട് പൊളിച്ച് ചെറുള്ളി എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു 3 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട നമുക്ക് കായപ്പൊടി, കടുക്, ഇത്രയും മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടല്ലോ ഉപ്പും ചേർത്ത്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് ഞെരടി ഇത് അരിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. അരിപ്പ വെച്ചും യൂസ് ചെയ്യാം, അതല്ലാതെ നമുക്കിങ്ങനെയും അരിച്ചെടുക്കാം. നമ്മളിവിടെ അത് ഞെരടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കാം. ഒരു ഇത്തിരി കൂടെ ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. നമ്മളൊരു തുള്ളി ഉപ്പും കൂടെ എടുക്കുന്നുണ്ട്. ഇച്ചിരി യൂസ് ചെയ്തു. ഇനി നമ്മളെന്താ ചെയ്യുന്നത്? ഇത് കടുപിടിക്കാനാണ് പോകുന്നത്. ഇനി ഇതും കടുപിടിക്കാൻ പോകുന്നു ഗൈസ്. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ചു ഗൈസ് നമ്മൾ കടുപിടിക്കാനാണ് ഗൈസ് പോകുന്നത്. നമ്മളിനി കടുപിടിക്കാനാണ് ഗൈസ് പോകുന്നത്. അടുപ്പത്ത് വെച്ചു, സ്റ്റവ് ഓൺ ചെയ്തു. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, എത്ര സ്പൂണൊന്നുമില്ല, നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1.5 സ്പൂണോളം അതിന് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി കടുക് പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. ഈ കടുകിൻ്റെ കളർ പറയാത്തത് എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ്. ഓരോരുത്തരുടെ ആവശ്യത്തിനാണ് നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറുള്ളിയും പച്ചമുളകും ആദ്യം ചെറുള്ളി ഇടുന്നു. അതിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇടുന്നു. ഇത് രണ്ടും നല്ലോണം വഴറ്റിക്കണം. ഇത് സമയം വേണ്ട. ഇത് മുന്നോട്ട് വരുമ്പോൾ വേണം നമ്മൾ കറിവേപ്പില ആഡ് ചെയ്തിട്ട്. അപ്പോൾ ഈ തീയിൽ
നല്ലോണം ഉള്ളിയും പച്ചമുളകും നല്ലോണം ഒരുങ്ങി കിട്ടണം. നല്ലോണം മൂത്ത് വരണം. അത് മൂത്ത് വന്നാൽ ഒരു നല്ലൊരു മണം വരും. മൂത്ത് വന്നിട്ട് ഇതിന് നമ്മുടെ കറിവേപ്പില ഉണ്ടാവും. ഉള്ളി ഏകദേശം നല്ലോണം ഉള്ളി മുളകും നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ ആ പുളിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെള്ളം അതിൽ കൊടുക്കുന്നത്. കുറേശ്ശെ ചോറിന് വേറെ കറികളൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതെ, നല്ല പെട്ടെന്ന് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് ഗൈസ്. എനിക്ക് പേഴ്സണലി അമ്മ ഉണ്ടാക്കുന്ന ഈ പുളിങ്കറി എനിക്ക് വളരെ ഇഷ്ടമാണ് ഗൈസ്. എനിക്കിത് മാത്രം മതി ചോറ് കൂട്ടി കഴിക്കാൻ. തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഇതിനാവശ്യമുള്ള കായപ്പൊടി ഇടുക. ഇപ്പോൾ പുളിവെള്ളം ഏകദേശം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ കായപ്പൊടി ഇടുന്നത്. കായം എത്രമാത്രം ഇടണമെന്ന് വെച്ചാൽ കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം. പിന്നെ ചില ആൾക്കാർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ടാവും. ചിലർക്ക് കായത്തിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരും ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇത് പറയാത്തത്. പക്ഷെ ഇത് വളരെ നല്ലൊരു കറിയാണ്. അപ്പോൾ കായപ്പൊടി ഞാനൊരു 1/2 സ്പൂണോളം കായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് തിളയ്ക്കണം. നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കായം തിളച്ച് കഴിഞ്ഞാൽ ഈ പുളിയുടെയും കായത്തിൻ്റെയും ഈ ഉള്ളി മുളകും എല്ലാം ഇതിനുള്ളിൽ വഴറ്റിയിടുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു നല്ലൊരു മണം വരുന്നുണ്ട്. കറിവേപ്പില എല്ലാം കൂടെ ഉള്ള അതായത് നല്ല ടേസ്റ്റി. എനിക്കിപ്പോഴേ എടുത്ത് കഴിക്കാൻ തോന്നുന്നു. നോക്കിയിട്ടുണ്ട്, ആവശ്യത്തിനുണ്ട്, പുളിയും എല്ലാം ഉണ്ട്. എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യാം. ഞാനിതിൽ വളരെ കുറച്ച് ആഡ് ചെയ്തിരിക്കുന്നു. കാരണം കൊച്ചു കുട്ടികൾക്ക് ഇത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ വളരെ കുറച്ചാണ് പച്ചമുളക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പച്ചമുളക് കൂട്ടുന്നതിനനുസരിച്ച് ചെറിയ ഉള്ളിയുടെ അളവ് കൂട്ടാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വഴറ്റുന്നതിനാണ് നല്ലൊരു മണം കിട്ടുന്നത്. ഇത് നല്ലവണ്ണം തിളയ്ക്കണം. കാരണം നമ്മൾ പച്ചവെള്ളത്തിലാണല്ലോ ഈ പുളി ഇട്ടത്. അപ്പോൾ നല്ലോണം തിളയ്ക്കണം. നല്ലോണം തിളച്ച് മാത്രമേ മൊത്തത്തിൽ ഇതിൻ്റെ ആ എസൻസ് എല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം തിളച്ചുണ്ടതിന് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഇത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കായാലും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കറി വയ്ക്കാൻ വേറെ സാധനങ്ങളൊന്നുമില്ല, പെട്ടെന്ന് ചോറിൻ്റെ കൂടെ ഒഴിക്കാനൊന്നുമില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീട്ടിൽ വാളംപൊടി ഉണ്ടെങ്കിൽ നമുക്ക് സഡനായിട്ട് ഈ കറി തയ്യാറാക്കാവുന്നതാണ്. ഇതിന് വേറെ വലിയ ജോലി ഒന്നും തന്നെയില്ല. ആർക്കും തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണ്. ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ആർക്ക് വേണോ തയ്യാറാക്കാം. അങ്ങനത്തെ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ്. ഗൈസ്, ഇനി നമ്മൾ ബൗളിലേക്ക് ഒഴിക്കാൻ പോവാണ്. മാറ്റുവാണ്. നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാദിഷ്ടമായ 10 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മുടെ പുളിങ്കറി ഈസി ആയിട്ട് 10 മിനിറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. വളരെ എളുപ്പമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അവിടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കിട്ടുന്നതായിരിക്കും. കുക്കിംഗ് വീഡിയോസ് ഇനിയും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ അനോറ സൈനിങ് ഔട്ട്.